അനന്തു അതെ നമ്മുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ചൂസ് ഫാമിലി എന്നിട്ട് ഫാമിലി ഉണ്ട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ വ്ളോഗ് കണ്ട് പഠിക്കാനൊക്കെ അല്ലേ പറഞ്ഞേ. നല്ല വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മ വീഡിയോ നോക്കിയപ്പോഴേ അതിൽ ദാരിദ്ര്യം വിറ്റ് കാശാക്കുന്ന കുഞ്ചൂസ് ഫാമിലി എന്നിട്ടൊരു ഹെഡിങ്. അതെന്താ വെച്ചിട്ട് അമ്മ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറയണതല്ല ഞാൻ ശ്രദ്ധിച്ച കമൻസ് വായിച്ചു ഞാൻ ആദ്യം. അതിലെല്ലാവരും പറയുന്നുണ്ട്, അതായത് ഈ പെൺകുട്ടി അവരെ കുറ്റം പറയാണ്. അവർ ദാരിദ്ര്യം വിറ്റ് കാശാക്കി അവരെ ചേട്ടൻ വീട് പണിതു, അനിയനെ പണിക്ക് വിടണമെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വളരെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ കേക്ക്. അപ്പം എല്ലാവരും പറയുന്ന അതിൽ കമൻറ്റ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത്രയും നല്ലൊരു ഫാമിലിന് എന്തിനാ കുറ്റം പറയണേ, അപ്പം നീ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയില്ലേ ഇങ്ങനെ ചെയ്യണേന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കണ്ടൊരു സംഭവമാണ് കുഞ്ചൂസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോഴും കാണുന്നതാണ് ആ ഒരു ഫാമിലിയുടെ വ്ളോഗ്. കാരണം എന്താ വെച്ചാൽ വളരെ നല്ല ഒത്തൊരുമോടുകൂടി പോകുന്നൊരു നല്ലൊരു ഫാമിലിയാണ്. ചേട്ടത്തിയമ്മയും രണ്ട് ചേട്ടനനിയനും അവരുടെ ഭാര്യമാരും കുട്ടികളും അവരുടെ അമ്മയും. അപ്പോൾ ഞാൻ കൂടുതലും സുകന്യനും പിന്നെ മറ്റേ സുകന്യ എന്നുള്ള പേര് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ടുണ്ട്. അവരുടെ കാണാറുണ്ട്. ഞാൻ അതിൽ അനിയനെ മാത്രമേ കാണാത്തുള്ളൂ. ഫുൾ ടൈം ഒന്നും കാണാനായിട്ട് സാധിക്കാറില്ല. പറ്റുന്ന സമയത്ത് ഞാൻ കാണും. അവരുടെ വീഡിയോസൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ ചെയ്യാനാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് അവരുടെ അത്രയും അങ്ങോട്ട് ഒരു ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. രണ്ടാമത് മോൻ വയ്യാത്ത എനിക്ക് എപ്പോഴും വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചിടാനായിട്ടുള്ള സമയക്കുറവുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ മോൻ്റെ ഭഗവത്ഗീതയും കണ്ണനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കണ്ണൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ഇടാനായിട്ട് നോക്കുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം ഇത്രയും നല്ലൊരു ഫാമിലി അവർ, നല്ല ഒത്തൊരുമോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി പോകുന്നൊരു ഫാമിലി. കുട്ടികളും ആ ചേട്ടത്തിയമ്മയും പറഞ്ഞൊരു മഞ്ഞകളൊക്കെ താഴെ ഞാൻ സുകന്യയുടെ ചേട്ടത്തിയമ്മ എന്നുള്ളത് എനിക്ക് അങ്ങനെ പറയാം. ചേട്ടനും വൈഫാണല്ലോ. വളരെ നന്നായിട്ട് അവർ കുട്ടികൾക്ക് ചോറ് പാത്രത്തിലാക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്, മീൻ നേരിയാക്കുന്നത്, അവരുടെ അമ്മ അടുക്കളയിൽ നിന്നിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്തൊത്തൊരുമയിൽ പോകുന്ന ഫാമിലിയാണ്. വെറുതെ അവരെയും കുറ്റം പറഞ്ഞ് കാശാക്കുക. അപ്പോൾ എനിക്കിതിൽ വ്യൂവേഴ്സ് വരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല, കമൻസ് വരുമോ ഒന്നും അറിയില്ല. പക്ഷെ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പറയാം, നന്നായി പോകുന്ന ഫാമിലിനെ വെറുതെ കുറ്റം പറയരുത്. അവർ നല്ലത് പറഞ്ഞുകൊണ്ട് അവർക്ക് വീഡിയോ ഇടാമല്ലോ, എന്നിട്ട് വ്യൂവേഴ്സ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നമ്മൾ ഒരാളെ നെഗറ്റീവ് പറയാനായിട്ട് ശ്രമിക്കരുത്. നന്നായി പോകണവരെ നന്നായി തന്നെ പറയാം. വെറുതെ നമുക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയൊന്നും ഒരിക്കലും ആരും കുറ്റം പറയരുത്. ആ ഫാമിലിക്ക് എത്ര വിഷമമുണ്ടോ. ഒരിക്കലും ഞാൻ വായിച്ചു അദ്ദേഹത്തിന് അവരുടെ മൂത്ത ചേട്ടനെ ചേട്ടത്തിയമ്മ എത്രയും പെട്ടെന്ന് വിധേയമാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു വീഡിയോ വന്നിട്ട് അത് കുറേ കമൻസൊക്കെ ഞാൻ വായിച്ചിരുന്നു. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ദൈവം കൊടുത്ത ആയുസ് എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരാൾക്കൊരു മരണദുഃഖമൊന്നും പെട്ടെന്നൊന്നും വരരുത്. കാരണം എൻ്റെ അമ്മ 88 വയസ്സായിട്ട് മരിച്ചിട്ട് സെപ്റ്റംബർ 24-ാം തീയതിയാണ് മരിച്ചത്. ഒരു കൊല്ലം കഴിഞ്ഞു. ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആ ദുഃഖത്തിൽ നിന്ന് കരയറാൻ സാധിച്ചിട്ടില്ല. കാരണം അമ്മയാണ് ഞങ്ങൾക്കല്ലായിരുന്നു. അപ്പോൾ പ്രായമായിട്ടാണ് എൻ്റെ അമ്മ പോയത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും ഒരു ആംബുലൻസ് കൊണ്ടുണ്ടെങ്കിലും ഞാനപ്പോൾ പ്രാർത്ഥിക്കും, ഭഗവാനെ ആ ആംബുലൻസിൽ എന്ത് അവസ്ഥയിലുള്ള രോഗിയെ രക്ഷപ്പെടണേന്ന്. ഇങ്ങനെ ആൾക്കാർക്ക് ആണല്ലേ പ്രാർത്ഥിക്കണം. കണ്ടാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളൊരാൾക്ക് നെഗറ്റീവ് വരുന്നത് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മുടെ മനസ്സും അങ്ങനെ ഇടുങ്ങി പോവും. അപ്പോൾ നമ്മളൊരാൾക്ക് നെഗറ്റീവ് വരുന്ന ചിന്തിച്ചാൽ നമ്മുടെ മനസ്സും അതേപോലെ ഇടുങ്ങി പോകും. അതേസമയം നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ ഒരാൾക്ക് നല്ലത് വരണം കണ്ടു കഴിഞ്ഞാൽ അവരാ നല്ല എങ്ങനെ താമസിക്കുന്നില്ല, അവരിപ്പോൾ നല്ല നിലയിലെത്തി. അല്ലെങ്കിൽ അവർക്ക് വീട് വളരെ ചെറുതെന്ന് അവർ നല്ലൊരു വീട് വെച്ച് സന്തോഷമാണ്. അത് എന്നെയൊക്കെ സംബന്ധിച്ച സന്തോഷമാണ്. എല്ലാവരും അങ്ങനെ തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. പറയും ബൈ. എൻ്റെ അനന്തമോനെ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണേ. അവനെല്ലാവരും ഒന്ന് സ്നേഹിക്കണം. അവന് ഭയങ്കര വിഷമമാണ്. പെട്ടെന്ന് ടെൻഷനും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം. ഞാൻ വയ്യാത്ത കുട്ടി ആയതുകൊണ്ടാണെന്നൊക്കെ. ഈ വയ്യാത്ത കുട്ടിയൊന്നല്ല. ഞാൻ ഇപ്പോൾ നീ നിനക്ക് എന്താ വയ്യ, കയ്യിനും കാലിനല്ലേ. എൻ്റെ മനസ്സ് നല്ല വലിയ മനസ്സാണ്. എല്ലാവരും സ്നേഹിക്കാനും ഒക്കെയും കഴിവുള്ളൊരു മനസ്സാണ്. വലിയ കയ്യും കാലമൊക്കെ ഉള്ള ആൾക്കാരിൻ്റെ ഇടുങ്ങിയ മനസ്സിൽ എത്രയോ പേരുണ്ടല്ലേ. എൻ്റെ കുട്ടി സൂപ്പറാണ്, സൂപ്പർ. അമ്മച്ചും ഒരു ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി.